കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ മുഷ്കിനെതിരെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്ന മുന്നേറ്റങ്ങളാണ് ഡൽഹിയിൽ കാണാനാകുന്നത്. ആഴ്ചകൾക്ക് മുൻപ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കും വിവിധ പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് നടന്ന CJPയുടെ മാർച്ചിന് നേരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രൂരമായ ആക്രമണം ഇതാണോ ഇന്ത്യൻ ജനാധിപത്യം എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. നിരായുധരായ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. വിദ്യാർത്ഥികളെ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന പോലീസുകാരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൺമുന്നിൽ ഭരണകൂട ഭീകരത എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ക്രൂരത അരങ്ങേറിയിട്ടും കണ്ണടച്ചിരുട്ടാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. ഇതിലൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന ഭാവം, അല്ലെങ്കിൽ ഇവിടെ പ്രതികരിച്ചാൽ ഇനിയും പ്രതികരിക്കേണ്ടി വന്നാലോ എന്ന ഭയം. ഭരണകൂടം വിദ്യാർത്ഥികളെ ഭയക്കുന്നത് എന്തിനാണ്? മാസങ്ങളും വർഷങ്ങളും പകലന്തിയോളം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിലൂടെയും തകർന്നടിഞ്ഞത്. ചോർച്ചയ്ക്ക് പിന്നാലെ പരീക്ഷ റദ്ദാക്കിയതിൽ മനംനൊന്ത് 10-ലേറെ വിദ്യാർത്ഥികൾ ജീവനൊടുക്കി. ഇതോടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവാക്കളുടെ സംഘം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് CJP മുന്നോട്ട് വെച്ചത്. ജൂൺ 6-ന് ജന്തർ മന്ദറിൽ ആരംഭിച്ച പ്രതിഷേധത്തിന് രാജ്യത്തുടനീളമുള്ള യുവാക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഐസയും SFIയും അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നിരുന്നു. സമരത്തിന്റെ ആദ്യ ദിവസം പിന്തുണയുമായി എത്തിയ ആനി രാജ്ക്ക് നേരെയുണ്ടായ ആക്രമണവും ചർച്ചയായിരുന്നു. ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷത്തെ ഒരു വിഭാഗവും CJP സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. പിന്നാലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതോടെയാണ് സമരത്തിന്റെ ചൂട് രാജ്യത്തെ പൊള്ളിക്കാൻ തുടങ്ങിയത്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി വഷളായി അദ്ദേഹം മരണത്തോട് മല്ലിടുമ്പോൾ പോലും ഇത്തരമൊരു സമരം നടക്കുന്നുണ്ടെന്ന ഭാവം പോലും കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നില്ല. സമാധാനപരമായ ഒരു പ്രതിഷേധം ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ CJP തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സൻസദ് ചലോ മാർച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ തങ്ങൾ നേരിടുന്ന അനീതികൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച നിരായുധരായ നിരപരാധികളായ വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തത് അതിക്രൂരമായ മർദ്ദനമുറകളിലൂടെയാണ്. വിദ്യാർത്ഥികളെ പോലീസ് അക്ഷരാർത്ഥത്തിൽ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. അവർക്ക് നേരെ ലാത്തി വീശി, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, പെൺകുട്ടികളെ അടക്കം അതിക്രൂരമായി അടിച്ചോടിച്ചു. പോലീസ് അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി നിരവധി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും എത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്പീക്കറെ കണ്ട് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ഡൽഹി പോലീസിന്റെ നടപടിയും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ അന്വേഷണം വേണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിക്കണം, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നിവയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത്. MPമാരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ ഗാന്ധി പിടിവലിക്കിടെ നിലത്ത് വീഴുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധമാക്കി ചൂഷണം ചെയ്യുകയാണെന്നാണ് ഇതിന് ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചത്. ഗോഡി മീഡിയ അവരെ കൊണ്ടാകും വിധം സമരത്തെക്കുറിച്ച് ഒരു വാർത്ത പോലും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. എന്നാൽ ജെൻസികൾക്ക് ഈ സോകോൾഡ് മുൻനിര മാധ്യമങ്ങൾ വേണ്ട വാർത്തകൾ അറിയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ സമാന്തരമായി ജനങ്ങളിലേക്ക് എത്തി. ജന്തർ മന്ദറിലെ ഓരോ ചലനങ്ങളും രാഷ്ട്രം കണ്ടറിഞ്ഞു. ഇനിയും അവഗണിക്കാനാകില്ല എന്ന തിരിച്ചറിവിൽ ഗോഡി മീഡിയ ജന്തർ മന്ദറിലെത്തി. എന്നാൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ സർക്കാരിന്റെ പക്ഷത്തു നിന്നും വാർത്ത സൃഷ്ടിക്കാനും വിദ്യാർത്ഥികൾക്ക് ഭീകര പരിവേഷം നൽകാനുമാണ് ശ്രമിച്ചത്. ഗോഡി മീഡിയകളുടെ റിപ്പോർട്ടർമാരെ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് കൂവുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. കർഷക സമരവും പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമരവും ഗുസ്തി താരങ്ങളുടെ സമരവും ഉൾപ്പെടെ ഡൽഹിയെ സ്തംഭിപ്പിച്ച പ്രതിഷേധങ്ങളിൽ പ്രതികരിക്കാത്ത നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും അതേ ലാഘവത്തോടെയാണ് CJPയുടെ പ്രതിഷേധത്തെയും സമീപിച്ചത്. സോനം വാങ്ചുക്കിനെ ഫലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതോടെ സമരക്കാരെ തല്ലിയൊതുക്കുന്നതിലൂടെ സമരം കെട്ടടങ്ങുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ പക്ഷേ പാളുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൂടി രംഗത്ത് വന്നതോടെ ഡൽഹിയിൽ പുലിവാല് പിടിച്ചു എന്ന അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ.
രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ അവരുടെ പതർച്ച വ്യക്തമാണ്. ഇതോടെ അനുനയത്തിന്റെ വഴിയിലേക്ക് ഇവർ തിരിഞ്ഞു. നിരാഹാര സമരം തുടരുന്ന സോനം വാങ്ചുക്കിനെ കേന്ദ്രമന്ത്രിമാർ ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ എത്തിക്കണ്ടു. JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചത്. പരിക്കേറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെയും ഇവർ കണ്ടു. CJPക്ക് പിന്തുണയുമായി കോൺഗ്രസ് കൂടി രംഗത്തെത്തിയതോടെ കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാൻ നിർബന്ധിതരാകുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധത്തിനിടെ മന്ത്രി ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചതും അനുനയ നീക്കം തന്നെയായിരുന്നു. 1.5 വർഷക്കാലം അവഗണിച്ച് ഒടുവിൽ കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന മോദി സർക്കാരിന് ഇക്കുറി രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വരുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. കേന്ദ്രം വഴങ്ങിയാൽ ഇന്ത്യയിൽ ഫാസിസത്തിന് മാത്രമല്ല ജനാധിപത്യത്തിനും ഒരു മുറിയുണ്ടെന്ന് രാജ്യത്തെ ഓർമ്മിപ്പിച്ച ജൻസികൾക്ക് നന്ദി പറയാം.